Hi, welcome friends. You are watching Guru Tuition Center. In this video, we discuss trigonometry for Standard 10 Kerala syllabus, SCERT. Trigonometry is a new branch of mathematics for high school students. You haven't ever learned anything about trigonometry. 10th ക്ലാസ് വരെയുള്ള ഈ മാത്തമാറ്റിക്സ് ക്ലാസ്സുകളിൽ ഒരിടത്തും ട്രിഗണോമെട്രിയെക്കുറിച്ച് നിങ്ങൾ പഠിക്കുന്നില്ല. ഈ വർഷമാണത് ഈ പാഠ്യപദ്ധതിയിൽ ഉൾക്കൊള്ളിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ അതിനൊരു ബേസ് ഉണ്ടെങ്കിലേ ട്രിഗണോമെട്രി മുമ്പോട്ട് പോകത്തുള്ളൂ. വി ഡിപ്പെൻഡ് ഓൺ റൈറ്റ് ട്രയാങ്കിൾസ് ഫോർ ലേണിംഗ് ട്രിഗണോമെട്രിക് റേഷ്യോസ്. ത്രികോണമിതിയെക്കുറിച്ച് പഠിക്കുന്നതിൽ അതിനായിട്ട് നമ്മളൊരു മട്ടത്രികോണം ആണ് ഉപയോഗിക്കുന്നത്. ഇതാ ABC ഒരു മട്ടത്രികോണം. ആ മട്ടത്രികോണത്തിൻ്റെ വശങ്ങൾ മാർക്ക് ചെയ്തിരിക്കുന്നു. നോക്കുക. വെർട്ടെക്സ് എയുടെ ഓപ്പോസിറ്റ് സ്മോൾ ലെറ്റർ എ, വെർട്ടെക്സ് ബിക്ക് ഓപ്പോസിറ്റ് സ്മോൾ ലെറ്റർ ബി, വെർട്ടെക്സ് സിക്ക് ഓപ്പോസിറ്റ് സ്മോൾ ലെറ്റർ സി. We name the sides of the triangle ABC such that small letter A is the side opposite to the vertex capital A, small letter B is the side opposite to the vertex capital B, and small letter C is the side opposite to the vertex C. At C, the angle is 90 degree. Angle C is a right angle. Now consider this angle B. Angle B നമുക്ക് പരിഗണിക്കാം. അത് തീറ്റ, ഒരു ഗ്രീക്ക് ലെറ്ററാണ് തീറ്റ എന്ന് പറയുന്നത്. തീറ്റ വി തീറ്റ അത് കോണിൻ്റെ സൂചനയ്ക്കായിട്ട് എളുപ്പത്തിന് പറയാവുന്ന ഓരോ ലെറ്റർ ആൽഫ, ബീറ്റ, ഗാമ, സിഗ്മ, ഫൈ, തീറ്റ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാറുള്ളതാണ്. അപ്പോൾ ആംഗിൾ ബിക്ക് പകരം ആംഗിൾ ബി എന്ന് എഴുതുന്നതിനേക്കാൾ എളുപ്പം ഇങ്ങനെ എഴുതാണല്ലോ. അതുകൊണ്ട് ഇത് ഉപയോഗിച്ചു. തീറ്റ എന്ന ആംഗിളിൻ്റെ ട്രിഗണോമെട്രിക് റേഷ്യോസ് ത്രികോണമിതി അംശബന്ധങ്ങൾ ഇവിടെ എഴുതിയിരിക്കുകയാണ്. 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് 3 ത്രികോണമിതി അംശബന്ധങ്ങളുടെ കാര്യമേ പഠിക്കാനുള്ളൂ. അതേസമയം CBSE ആണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കലും പഠിക്കാനുണ്ട്. സൈൻ്റെ റെസിപ്രോക്കലുണ്ട്, കൊസീക്കൻ്റ്, കോസിൻ്റെ റെസിപ്രോക്കലുണ്ട്, സീക്കൻ്റ്, ടാനിൻ്റെ റെസിപ്രോക്കലുണ്ട്, കോട്ടാൻജൻറ്റ്. അത് നിങ്ങൾക്ക് പഠിക്കണ്ട. You have to study sine, cos and tan. What is sine ratio? S-I-N-E, sine, but we write only S-I-N. It is not a sin. It is sine ratio, S-I-N theta, sine theta. അതിൻ്റെ അർത്ഥം തീറ്റ എന്ന ആംഗിളിൻ്റെ സൈൻ റേഷ്യോ. എന്തുവാണ് സൈൻ റേഷ്യോ? ആ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന വശത്തെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഫ്രാക്ഷൻ കിട്ടും. അതാണ് സൈൻ റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ആ ഫ്രാക്ഷൻ ഇപ്പോൾ 3/5 ആണെന്നിരിക്കട്ടെ, ഇത് വർക്കൗട്ട് ചെയ്യുമ്പോൾ വാല്യൂ കിട്ടുമല്ലോ. അതാണ് സൈൻ റേഷ്യോ. നൗ വാട്ട് ഈസ് cosine ratio? Sine ratio is opposite sides divided by hypotenuse. ആ കോൺ ഉൾക്കൊള്ളുന്ന മട്ടത്രികോണത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഹൈപ്പോട്ടന്യൂസ് മീൻസ് കർണം. അപ്പോൾ ഒരു നമ്പർ കിട്ടും. ദറ്റ് ഈസ് സൈൻ റേഷ്യോ. പിന്നെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 2 ഫിഗർ വേണ്ടേ എന്ന് വിചാരിക്കുന്നുണ്ട്. ഇതാ 3/4 അത്
നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാ 0.75. It is a number, but it can be expressed as a fraction. Now sin theta is opposite side by hypotenuse. അത് മറക്കാതെ ഓർത്തിരിക്കുക. Opposite side divided by hypotenuse will give the sine ratio. Then cosine, but we say it is cos. Cosine theta means cos theta. We write cos theta, cos theta. Then cos theta is adjacent side by hypotenuse. There will be opposite side and adjacent side with regard to this angle theta. Therefore, adjacent side divided by hypotenuse will give you cosine ratio. That is Samipavasham by Karnam. That is cosine ratio. That is A by C. Then coming to the third one, that is tangent ratio. How do we find tangent ratio? It is opposite side by adjacent side. Edirvasham by Samipavasham. ഇതിങ്ങനെ അല്ലാതെ കണ്ടുപിടിക്കുക. What is sin theta by cos theta? Sin theta is B by C. Cos theta is A by C. Then B by A. Opposite side by adjacent side. What is it equal to? Tan theta. Therefore, tan theta is equal to sin theta by cos theta. അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ ഓർത്തിരിക്കണം. Opposite side by adjacent side is tan ratio, and that tan ratio can be calculated as sin ratio divided by cos ratio. Moreover, see, from the figure, what is sin theta? Sin theta is B by A, B by C. That if this angle is theta, this will be, angle A will be 90 minus theta. Because angle B plus angle A is equal to 90. If B is theta, A will be 90 minus theta. Then we shall think of cosine 90 minus theta. Cosine 90 minus theta is adjacent side by hypotenuse, B by C. Sin theta is B by C. Cosine 90 minus theta is B by C. Therefore, we can conclude that sin theta is equal to cosine 90 minus theta. For example, sin 40 will be equal to cos 50, or cos 40 will be equal to sin 50, etc. Sin and cosine, they are called co-ratios. Co-ratios. Sin 10 degree is equal to cosine 80 degree. Sin 20 degree is equal to cosine 70 degree. 90 minus 20. Therefore, once again, sin ratio is opposite side by hypotenuse. If we take that angle theta to a right triangle, opposite side divided by hypotenuse will be equal to sin ratio of that angle, and the cosine ratio will be adjacent side by hypotenuse. Tan ratio will be opposite side divided by adjacent side, as given here. Then another relation to be remembered. Suppose you get cos 10 degree. We want sin 80. Cos 10 is equal to sin 80. Suppose you got cos 60, but your requirement is sin 30. In that case, cos 60 is equal to sin 30, because 30 is 90 minus 60. So,
These are the base principles to be remembered for the 10th standard students in learning trigonometric results. Right. If you like my videos, don't forget to subscribe it. In continuation to this video, we will discuss problems from your texts.